ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കേക്കാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണിത്. ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വിപ്പിംഗ് ക്രീമിനെ പോലെ തന്നെയുള്ളൊരു ക്രീം തന്നെയാണിതും. ഇനി നമ്മളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് അടിപൊളി കേക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നതിന് ഓവനോ ബീറ്ററോ യൂസ് ചെയ്തിട്ടില്ല, മിക്സി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കേക്ക് ചെയ്യുന്നതിന് നമ്മൾ മെഷർമെൻറ്റ് കപ്പോ സ്പൂണോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ നാക്കി വയ്ക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 1/4 ഗ്ലാസ് മൈദയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 3 തവണ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കേക്കിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ലെമണിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ കേക്കാണിത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ലെമണിൻ്റെ സ്കിന്നുണ്ടല്ലോ, അത് നമുക്ക് 1 ടീസ്പൂണോളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഗ്രേറ്റർ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. യെല്ലോ പാർട്ട് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും, വൈറ്റ് പോർഷൻ വരാൻ പാടില്ല കേട്ടോ. ഇതാ ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ടിന് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ ചെറിയ അലൂമിനിയം പാത്രമോ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പഴയ അലൂമിനിയം പാത്രം വെച്ച് അതിനുള്ളിൽ ഒരു സ്റ്റാൻഡറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസിൻ്റെ ലിഡ് വെച്ച് അടച്ച് ആ ഹോളിലേക്ക് ഞാനൊരു ഗ്രാമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ക്ലീൻ ആയിട്ടുള്ളതും നല്ല ഡ്രൈ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു പിഞ്ച് സാൾട്ട്, മൈദ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/4 ഗ്ലാസ് എടുത്താൽ മതിയാകും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചതുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര എടുത്തത്. സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് റിഫൈൻഡ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച 1 ടീസ്പൂൺ ലെമണിൻ്റെ സ്കിന്നുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജാറടച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി എഗ്ഗ് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം. മിക്സിയുടെ ജാർ ചൂടാവരുത്, ഒരു 30 സെക്കൻഡൊക്കെ അടിച്ചാൽ മതിയാകും. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ്. ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ബേക്കായിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. ഇത് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കേക്ക് നല്ല ബേക്കായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി ചൂട് പോകാനായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്ന സമയം കൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 2 എഗ്ഗ് പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് എടുക്കുകയാണ്. നമുക്ക് എഗ്ഗ് യോക്ക് ആവശ്യമില്ല, എഗ്ഗ് വൈറ്റ് മാത്രം മതിയാകും. അതുപോലെ തന്നെ ഈ എഗ്ഗ് യോക്കിൻ്റെ അംശം പോലും ഇതിനകത്ത് വരാനും പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. എഗ് വൈറ്റും പഞ്ചസാരയൊക്കെ നമ്മൾ വെച്ചില്ലേ, ആ പാത്രം നമ്മൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. വെള്ളത്തിൽ ഈ മുകളിലിരിക്കുന്ന പാത്രം ഇങ്ങനെ തട്ടിയിരിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പൊങ്ങിയിരുന്നാൽ മതി. വെള്ളം ഈ മുകളിലിരിക്കുന്ന പാത്രത്തിൽ വീഴാനും പാടില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ലതുപോലെ പതഞ്ഞ് വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കൈയെടുക്കാണ്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിങ്ങനെ പതഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലൊക്കെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
ഇനിയും കൈയെടുക്കാണ്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്തോളൂ. ഞാനിപ്പം ബീറ്റർ ഇല്ലാത്തവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് വിസ്ക് വെച്ചിട്ട് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരിക്കുവാണേ. ക്രീമിയായി വരുന്നുണ്ട്. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. വിസ്ക് വെച്ചിട്ടാകുമ്പം കുറച്ച് താമസം എടുക്കും. അതുപോലെ തന്നെ നല്ല കയ്യും വേദനയും എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ചെയ്തോളൂ എന്ന്. ഇപ്പം നമ്മുടെ ക്രീം വിപ്പിംഗ് ക്രീം പോലെ തന്നെ അത് താഴേക്കൊന്നും വീഴുന്നില്ല, നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേക്ക് ചൂടൊക്കെ മാറി 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 8 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് തിളപ്പിച്ച് ഒന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഈ ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കാം. മൂന്ന് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രീം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന കുറച്ച് ക്രീമിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കേക്കിൽ ലെമൺ കേക്കാണല്ലോ, അപ്പം ലെമൺ യെല്ലോ കളർ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വിചാരിച്ചത് കേക്ക് മൊത്തമായിട്ട് തന്നെ ഈ യെല്ലോ കളർ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഇത് കുറച്ച് ക്രീമേ ഉള്ളല്ലോ, അതുകൊണ്ട് 2 എഗ് വൈറ്റ് കൂടി വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ കുറച്ച് ക്രീമും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ക്രീം ചെയ്യാനായിട്ട് 4 എഗ് വൈറ്റാണ് എടുത്തിരിക്കുന്നത് ടോട്ടൽ. കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഐസിങ് ബാഗിലേക്ക് ഞാൻ ക്രീം ആക്കിയിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ മുകളിലേക്ക് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെയൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. നോക്കിയാൽ എഗ് വൈറ്റ് ആണെന്ന് ആരും പറയേയില്ല. വിപ്പിംഗ് ക്രീം പോലെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ താഴെ നിന്നും കൂടി ഒരു ഡിസൈൻ കൊടുത്തു വരികയാണ്. സെയിം നോസിൽ വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് മൊത്തം ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം, എഗ് വൈറ്റ് അല്ലേ, അപ്പം എഗ്ഗിൻ്റെ സ്മെല്ല് ഉണ്ടാവുമോ എന്നുള്ളത്. ഒന്നുമില്ല, കഴിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കത്തില്ല നമ്മൾ എഗ് വൈറ്റ് വെച്ചിട്ടുള്ള ക്രീമാണ് ചെയ്തതെന്ന്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ വിപ്പിംഗ് ക്രീം പോലെ നല്ല സ്റ്റിഫായിട്ടാണല്ലോ ഇരിക്കുന്നതും. ഇപ്പം നമ്മൾ സൈഡ്സ് മൊത്തം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലും കൂടെ ചെയ്ത് കൊടുക്കാം. മുകളിലും കൂടി ഒരു ഡിസൈൻ പോലെ ചുറ്റിച്ചു കൊടുക്കുകയാണ്. നടുക്ക് ഒരു ചെറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ലെമൺ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു 50 രൂപയ്ക്കകത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കാണിത്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനതൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ്. നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കി, ഓവനിൽ ചെയ്യാഞ്ഞിട്ട് പോലും നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. നൈഫ് വെച്ചപ്പോഴുണ്ടല്ലോ നല്ല പഞ്ഞി പോലെ അങ്ങ് പോവുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം അല്ല എന്ന് ആർക്കും മനസ്സിലാവില്ല. എഗ് വൈറ്റിൻ്റെ സ്മെല്ലോ ഒന്നുമില്ല. അല്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ലെമണിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ലെമണിൻ്റെ ഫ്ലേവറുള്ള കേക്കും പിന്നെ ഈ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമും വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.